ഞാനായിട്ട് ഒരിക്കലും ഏട്ടത്തിക്കൊരു ബുദ്ധിമുട്ടുണ്ടാക്കരുതെന്ന് വിചാരിച്ചിട്ടാ ഇപ്പൊ ഇവിടുന്ന് ഇറങ്ങിപ്പോന്നത്. അമ്പിയെ, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? ഇത് നിന്റെയും കൂടി കുടുംബമാ. സാധാരണ പെൺമക്കള് സ്വന്തം വീട്ടിലേക്ക് വരികയും പോവുകയും ഒക്കെ ചെയ്യും. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരില്ലെന്നൊക്കെ പറയുന്നത് എന്തിനാ? ഇല്ല ഏട്ടത്തി, ഞാനിങ്ങോട്ട് വരുന്നത് എന്റെ ഏട്ടന് ഇഷ്ടമല്ല. നീ ഇവിടുന്ന് പോണോന്ന് ജഡ്ജി സാർ ഒരിക്കൽ പോലും നിന്നോട് പറഞ്ഞിട്ടില്ല. ഇറങ്ങിപ്പോകാൻ ഏട്ടൻ പറഞ്ഞില്ല, അത് ശരിയാ. പക്ഷെ പോകാൻ തുടങ്ങുന്ന എന്നെ തടയാൻ ഏട്ടൻ വന്നില്ലല്ലോ. നീ നിന്റെ ഇഷ്ടത്തിന് ഓരോന്ന് ചെയ്യുമ്പോ ജഡ്ജി സാറിന് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? ദീപു, നീ എവിടെയാ വീട് നോക്കി വെച്ചിരിക്കുന്നേ? വീട് അത് വേണ്ട, വീടിന്റെ കാര്യമൊന്നും നീ ഇവിടെ പറയണ്ട. അതെന്താ? അങ്ങനെ വീടെന്ന് പറയാനൊന്നും ഇല്ലല്ലോ. ചെറിയൊരു കുടില്, കറണ്ട് പോലും ഇല്ല. സാരമില്ല, അതായിരിക്കും വിധി. ഏട്ടത്തി, ഇതൊന്നും ഏട്ടനോട് പറയണ്ട. ഏട്ടന്റെ മനസ്സ് വിഷമിക്കും. ഇനിയുള്ള കാലം അവിടെ കഴിയാനായിരിക്കും വിധി. അംബികാന്റി, അംബികാന്റി പോവാ മോളെ. അംബികാന്റി ഇവിടുന്ന് പോവാ. ചിന്നു എവിടെ? അകത്തുണ്ട്. നന്നായിട്ട് പഠിക്കണം മോളെ. ഏട്ടത്തി പറയുന്നതൊക്കെ അനുസരിക്കുകയും വേണം കേട്ടോ. ഏട്ടത്തി, ഞാൻ ഏട്ടത്തിയോട് ഒരു കാര്യം ചോദിച്ചോട്ടെ? തെറ്റ് ചെയ്തവർ ഈ വീട്ടിൽ തന്നെ കഴിയുമ്പോ ഒരു തെറ്റും ചെയ്യാത്ത ഞാൻ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോവാ. എനിക്ക് ആരോടും ദേഷ്യമൊന്നുമില്ല. ഇനി കിടക്കാൻ ഇടവില്ലാതെ തെരുവിൽ അലയേണ്ടി വന്നാലും ഞാൻ ഇങ്ങോട്ട് തിരിച്ചു വരില്ല. പോകാം മോനെ. ഇവിടുന്ന് പോവരുത്, ഇവിടുന്ന് എങ്ങോട്ട് പോവരുത്. പോവേണ്ടത് ഞാനാ. ഞാൻ പോയിക്കോളാം. റണ്ണറെ അവര് പൂമംഗലത്ത് നിന്ന് ഇറക്കി വിടുന്നതിന് മുമ്പ് എനിക്ക് അവിടെ എത്തണം. ചിലപ്പോ അവൾ ആരോടും പറയാതെ ഇറങ്ങി പോവുകയും ചെയ്യും. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ഞാൻ അവളെ എവിടെ പോയി കണ്ടുപിടിക്കും? നല്ല സമയത്താ പഞ്ചറാവാൻ തോന്നിയത്. നീ എന്താ പറഞ്ഞത്? നീ ഇവിടുന്ന് പോവാണെന്നോ? നീ എന്തിനാ മോളെ ഇവിടുന്ന് പോകുന്നത്? ഞാൻ കാരണല്ലേ അമ്മേ ഇവിടെ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായത്. അപ്പൂന്റെ അച്ഛമ്മ ഈ വീട്ടിൽ നിന്ന് പോവാൻ തുടങ്ങിയില്ല. അത് എന്നോടുള്ള ദേഷ്യം കൊണ്ടായിരുന്നില്ല. ശരത്തേട്ട് ഇവിടുന്ന് പോയതും എന്നോടുള്ള ദേഷ്യം കൊണ്ട്. ഇപ്പൊ ദീപചേട്ടനും അംബികാമ്മ ഇവിടുന്ന് ഇറങ്ങി പോവാണോ? ഞാനല്ല അതിന് കാരണക്കാരി. നീ എന്താ ചിന്നി പറയുന്നേ? നീ എന്തിനാ ഇവിടുന്ന് പോന്നേ? നീ ഇവിടുന്ന് പോണോന്ന് നിന്നോട് ആരാ പറഞ്ഞേ? ആരും പറഞ്ഞിട്ടില്ല. എനിക്കെങ്ങനെ തോന്നിയിട്ടാ ദീപചേട്ട? എനിക്ക് പോണം, എനിക്ക് ഇവിടുന്ന് പോണം ദീപചേട്ട. നീ എവിടേക്കാ ചിന്നി പോണേ? ദീപു, നീ എന്തിനാ അവളെ തടയുന്നത്? അതിന് ഇവിടെ ഏട്ടത്തി ഉണ്ടല്ലോ, ഏട്ടത്തി പറഞ്ഞോളൂ. ഞാൻ ആരെയും തടയുന്നില്ല. പോണോന്നുള്ളവർക്കൊക്കെ പോകാം.